കുട്ടികൾക്കൊക്കെ ബോറടിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ചില എന്റർടൈൻമെന്റ്സ് കലാപരിപാടികൾ. ഹലോ, ഈ കലാപരിപാടികൾ എന്ന് പറഞ്ഞല്ലോ, എന്തൊക്കെയാണ് ഐറ്റംസ്? ഐറ്റംസ് പാട്ടുകള്, ഗാനങ്ങൾ. അയ്യോ, അതിന്റെ ട്രേഡ് സീക്രട്ടാ, ഞാൻ പുറത്തു പറയില്ല. രശ്മേ, ഫോൺ ഉണ്ടോ കയ്യില്? എന്റെ ഫോൺ ഞാൻ എവിടെയോ വെച്ചതാണ്, കാണുന്നില്ല. ഒന്ന് വിളിക്കാവോ? സംശയമൊന്നുമില്ലല്ലോ അല്ലേ? നമ്പർ 773669. എന്താടാ ഇത്, രാവിലെ ഒന്ന് ഒലിപ്പിച്ചു തുടങ്ങിയോ? അല്ല, എന്റെ ഫോൺ കാണുന്നില്ല. ഞാൻ വിളിക്കാം. അല്ല വേണ്ട, ഫോണുണ്ട്, ഞാൻ വിളിക്കാം. ഞാൻ വിളി. സഹൃദയരെ, ഞാനിവിടെ അവതരിപ്പിക്കുന്നത് കേവലം ചീപ്പായ നൃത്തച്ചുവടുകളല്ല. നമ്മുടെ ഇതിഹാസമായ രാമായണത്തിൽ നിന്നും ചീന്തിയെടുത്ത അവിസ്മരണീയമായ ഒരേട്, ഹനുമാന്റെ ലങ്കാ ദഹനം. നീ അങ്ങോട്ട് നോക്കി. हाफ फीलिंग पर हाउडी इंडियन आर्मी ही जंग के मैदान में गदेना. ഇതൊക്കെ കാണാനും കേൾക്കാനും മേളിൽ ഒരാളുണ്ടേ. हारते साढ़े पीठ पाछे वार कायरा का काम से हम गोली सीधी माथे के बचाले मार दे हेटे. ആരെയാ കണികണ്ടത്? വളവള വർത്താനം പറ, കാര്യം പറ. നീ ഇത്രയും ഭയങ്കരനായ വിവരം ഞാൻ അറിഞ്ഞില്ല. കണ്ടിട്ടും കാണാത്ത ഭാവത്തിൽ പോകുന്നടിങ്കിന് പെണ്ണല്ലേ നീ. ഹായ്, എവിടെയായിരുന്നു? എവിടേക്ക് അന്വേഷിച്ചെന്നറിയാമോ? പത്രത്തിൽ കൊടുക്കാൻ പോയതാ. കാലത്ത് വെയിലത്ത് കുന്തത്തിൽ പാഞ്ഞിട്ടും ലോട്ടാപ്പി തേങ്ങല്ലോടെ. എന്നാൽ ഇതിനൊരു പ്രതിവിധിയില്ലേ തിരുമേനി? ചേലത്ത കണ്ണാലെ മിന്നലേറിയുന്നിടാക്കിനിയാണെങ്കിലും ഒരു അത്ര നീട്ടണമെന്നല്ല, താനിനി തുടങ്ങാൻ വേണ്ട. കുട്ടൂസനെ പോലും കുപ്പിയിലിറക്കുന്ന മായാവിയാനടി ഞാൻ. ഇങ്ങനെ കറങ്ങി നടക്കരുത്, ആളുകളെ ശല്യപ്പെടുത്താൻ. പോയി ഭ്രാന്താശുപത്രി കിടക്കണം. എന്നോടൊന്ന് മിണ്ടുലേടി, ഇഷ്ടാണെന്ന് ചൊല്ലുലേടി, ചന്തിനുള്ളിൽ എന്റെ ഈശോയെ, ഞാൻ എന്ത് തെറ്റിയത് എന്നെ ഇങ്ങനെ പരീക്ഷിക്കാൻ? കാണാനഴകില്ലേലും നല്ല മൊഞ്ചുള്ള ഹാർട്ടല്ലടി. മനുഷ്യന്റെ ക്ഷമയ്ക്കൊക്കെ ഒരു അതിരുണ്ട്. ഞാൻ പോക്കറ്റിൽ ക്യാഷില്ലേലും നിന്നെ കൊന്നായി നോക്കുമടി. ഏയ്, അങ്ങനെയൊന്നുമില്ല. ഞാൻ ഇവനൊക്കെ പടക്കുറുപ്പന്മാരുടെ ഫാമിലിയാ. കണ്ടപ്പോ തന്നെ കൽവിലുടക്കിയ കല്യാണ പെണ്ണാണ്. ഇതുവരെ കഴിഞ്ഞില്ലേ? എന്നിട്ടും എന്റെ കണ്ണിലുടക്കാൻ കാലമിതൊത്തിരി വൈകിയതെന്തേ? കൊള്ളാം. ഒരു തുണി വിരിച്ച് അങ്ങോട്ടിരുന്ന് പാടിക്കഴിഞ്ഞാൽ വൈകുന്നേരം ഞമ്മത്തിനുള്ള കാശ് കിട്ടും. നിങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്നു. അവരെന്താ പറഞ്ഞേ? ബോത്ത് ഓഫ് യു ആർ കൾച്ചറൽ എന്താ ഞാൻ കേൾക്കുന്നത്? indecent, idiotic fellows who are always a public nuisance and threat to the society. ഇപ്പോഴും ആ സ്നേഹമുള്ളവനാ. ഇതൊക്കെ എന്നെ പറ്റിയാ. സീരിയസ് ആയിട്ടാണോ ചെയ്തതെന്ന് എനിക്കറിയത്തില്ല. സീരിയസ് ആയിട്ടാണ് ചെയ്തതെങ്കിൽ കോമഡി ആയിട്ടുണ്ട്. ഇതുപോലൊരു പ്രണയം ഈ മണ്ണിൽ ഇന്നു കാണില്ല. അല്ലേ, നീ ഇപ്പം വാത്യാരി പണിയൊക്കെ വിട്ട് ബ്രാക്കർ പണികളൊക്കെ തുടങ്ങിയ. ഞാനേകിയ സ്നേഹം അതിനാഴം അവളറിഞ്ഞില്ല. ആണാ, വീട്ടിലൊക്കെ അറിയിച്ചോടാ. കവിളത്തായി മറുകുള്ളൊരു വായാടി പെണ്ണ്. ഈശ്വര, ഇനി എന്ത് ചെയ്യും? ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. മൈലാഞ്ചി ചോപ്പാൽ കൈ ചേലേകിയ പെണ്ണ്. എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് കാര്യം എനിക്ക് പിടികിട്ടി. എന്നാ ഒളിവി പോണേനക്കാ. ചുടുശ്വാസം കാതിൽ ചേരുമ്പോൾ കണ്ണു നാണം വന്നപ്പോ സാറ്റ് കളിക്കണ്ട. സാറ്റ് അയ്യടാ, അതിനൊക്കെ വേറെ ആളെ നോക്കണം. ഈ കുട്ടനായിനൊന്നും കിട്ടൂല.
അയ്യോ അതെന്ത് പറ്റി? ഓ അതൊക്കെ പറയാതിരിക്കുന്ന നല്ലത്. അതെ, ഇങ്ങനെ ഒരു വിധി എഴുത്തുണ്ടാവുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ലോ. കാക്ക കണ്ടിട്ടുണ്ടോ? കാക്ക എങ്ങനെ ഇരിക്കും? അയ്യോ എന്റെ അമ്മേ. കാക്കയുടെ നിറം എന്താണ്? ആള് മാറിപ്പോയല്ലോടാ കുഞ്ഞുണ്ണി. ആ കാക്കയ്ക്ക് എന്തൊക്കെയുണ്ട്? ഒരു പാൻകാവ് ഏറ്റവും തിരിച്ചെടുക്കാം. പണം ഇല്ലാത്തവൻ പിണാന്ന് ഇപ്പൊ സാറിന് മനസ്സിലായോ? നീ എന്താ ഇവിടെ? സഹിക്കണേനെ ചമിക്കണേനും അതിലുണ്ട് കേട്ടാ. ഇതൊരു പ്രത്യേകതരം സൂക്കേടാണ്. ഇപ്പോഴത്തെ വേദന കണക്കിലെടുക്കണ്ട. ഒരു 8-8.5 വർഷം കൊണ്ട് എല്ലാം കംപ്ലീറ്റ് ശരിയായിക്കൊള്ളും. ഞാൻ തന്നെ ഇപ്പൊ 10-12 വർഷമല്ല. കണ്ടറിയണം കോശി, നിനക്ക് എന്താ സംഭവിക്കാതെ. ആ ആദ്യം ഒരു അല്പ അസൗകര്യം കാണും, പിന്നെ അത് ശീലമായിക്കൊള്ളും. നമുക്ക് കാണാം. എന്താ എല്ലാം പറഞ്ഞാ? പറഞ്ഞു. അപ്പൊ പോണില്ലേ? വാടാ, ഇവനടുത്തേക്ക് സംസാരിച്ച സമയങ്ങളാണ്.